ഹലോ ഗൈസ്, വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോകുന്ന കണക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ ജിമ്മിലോട്ട് പോകാറ്. അവിടെ പോയാലും ഇതല്ലേ പ്രശ്നം, കുറച്ചെണ്ണത്തിന് മസിൽ വരാത്തതിന്റെ വിഷമം, കുറച്ചെണ്ണത്തിന് മസിൽ വന്നതിന്റെ കഴപ്പ്, കുറച്ചെണ്ണം എന്തിനാണ് പറഞ്ഞതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അദ്ദേഹത്തിൽ മോഹൻലാൽ മണിയടിക്കുന്ന ഒരു മിഷൻ ഉണ്ടാക്കില്ലേ, അതിലെ കൈയെണ്ണം അടിക്കുന്ന കണക്ക് ഇദ്ദേഹം ഈ കൈ വെച്ച് കാണിക്കുന്ന മാമപ്പം തരുന്ന ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. ഈ കൊഞ്ചൊക്കെ ചൂണ്ടേ കൊടുക്കുമ്പോൾ കിടന്ന് വെപ്രളം കാണിക്കുന്ന കണക്കാണ് നമുക്ക് തോന്നിയത്. അവളക്ക് പെപ്സിയും ഫെവിക്കോളൂടെ മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുക്കുമ്പോൾ പിറ്റേന്ന് വന്നിരുന്നിട്ട് അപ്പിയിടാൻ വേണ്ടി മുക്കണായിട്ടാണ് നമുക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ പശുക്കുട്ടിക്ക് ഡേറ്റ് കഴിഞ്ഞ ജിലേബിയും പരച്ചിപ്പുണ്ടാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇത് കണക്ക് പിറ്റേന്ന് മുക്കാറുണ്ട്. ഇത്രയൊക്കെ മുക്കി ആത്മാവ് യൂണിവേഴ്സ് വിട്ട് 3 റൗണ്ട് ഓടി തിരിച്ചു വന്നാലും വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും മോഹൻലാൽ ഇറങ്ങുന്നൊക്കെ ഇറങ്ങുള്ളൂ. ഫ്രീ ആയിട്ട് പീറ്റ് ചെയ്ത് തരുമെന്ന് ആരാ ചോദിച്ചെന്നും പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഊണ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയാനും പറ്റാനില്ല, എന്നാ പറയാൻ വേണമെന്നുള്ള അവസ്ഥയിലായി പോയി പയ്യൻ. ഒരു ജിം ട്രെയിനർ ആകുമ്പോഴത്തേക്ക് ഈ ഇറച്ചിക്കറിയിലൊക്കെ കരിയേപ്പിൽ അടക്കണമെങ്കിൽ എല്ലായിടത്തും ഓടി നടക്കണമെന്നാണ് ഇവൻ പറയുന്നത്. ട്രെയിനർമാരെയൊക്കെ കൂടുതൽ പറയാൻ നിന്ന ഈ ലെഗ് ഡേരാന്ന് ഇവന്മാർ ഈ കാട്ടുപൂച്ചയ്ക്കൊക്കെ എലിക്കുഞ്ഞിനെ കിട്ടിയണക്ക് കടിച്ചു കീറും. അമ്മായിരെ ഏറ്റവും ഇളയ കൊച്ചിനെ തൊട്ടിൽ കിടത്ത് ഉറക്കണക്കല്ലേ അവന്റെ ഫോൺ ചാർജ് കിട്ടത്. എന്തൊക്കെ അഭ്യാസങ്ങളായി ഈ ചെറുക്കന്റെ കയ്യിൽ.